ദിവസം ലോക്കപ്പിൽ കിടന്നപ്പോ ഒന്ന് ചൊട്ടിയതുപോലെ വല്ല തട്ടോ മുട്ടോ കിട്ടിയോ? കല്ലൂക്കാരന്റെ രോമം കണ്ടാ പറക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? ചേച്ചാ നമുക്ക് നാണിക്കടല്ലേ? അധികം വിളമ്പാതെ ഒന്ന് വണ്ടി എടുക്കടാ. കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂം അല്ലേ അവിടെ? എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ രേഖക്കൊച്ചു വിളിച്ചു പറയുക, കുട്ടപ്പായിയുടെ അനിയനാ ജെയിംസിനാണ് ചോദിക്കിയതെന്ന്. നമ്മുടെ അനിത മോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിൻഗോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്നും മിണ്ടാതിരിടാ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ? നാട്ടുകാര് പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവ് കൊടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. എടാ വായടയ്ക്കാൻ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. കൊച്ചിന്റെ കാറ് ഇറങ്ങടി. ഇറങ്ങാൻ. കല്ലൂക്കാരൻ സ്റ്റാൻലിക്കെതിരെ പോലീസിൽ മൊഴി കൊടുക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടല്ലേടി? നിന്നെ ഞാൻ പരസ്യമായി അവമാനിക്കാൻ പോവാ. ഈ നിനക്ക് ആരെങ്കിലും മൊഴി കൊടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കാഞ്ഞിരപ്പള്ളിക്കാരറിഞ്ഞാ എന്റെ ശരീരശാസ്ത്രം ഭൂമിശാസ്ത്രാവും. നിന്നെ ഞാൻ വിടുന്നില്ല. അവളെ സമാധാനിപ്പിക്കേണ്ട പകരം അമ്മച്ചിയും കൂടി ഇങ്ങനെ കരഞ്ഞാലോ? നിനക്കൊക്കെ അങ്ങനെ പറയാ. എന്റെ കുഞ്ഞിന്റെ മനസ്സറിയാൻ പെറ്റ തള്ളയായ എനിക്ക് മാത്രമേ കഴിയത്തുള്ളടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ കണക്ക് ഞാൻ ശരിക്കും തീർത്തിട്ടുണ്ട്. തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടാ. ഇല്ലെങ്കിൽ ആ കഴിവരുടെ കൈ ഞാൻ വെട്ടിയാനെ. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞു. 10-20 കൊല്ലത്തിന് മുമ്പ് കുട്ടപ്പായുടെ തല വെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. അന്ന് ഇവൾ തടസ്സം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കാൻ അവന്റെ അനിയന്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. അന്ന് എന്റെ പെങ്ങൾ സൂസന്ന, ഇന്നെന്റെ മോളും. ഒന്നും മറക്കാൻ കഴിയുന്നില്ലടാ. അപ്പച്ചൻ എന്നാ പറ്റി? ഞാൻ കൊടുത്ത പോരെങ്കിൽ റോച്ചിനോട് വന്നോട്ടെ. അവന്റെ നിയമം കൂടെ നോക്കാലോ. ശരിയാ, നിങ്ങൾ ആരും ഇനി പൊല്ലാപ്പിനൊന്നും പോകണ്ട. അവനൂടെ വന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ലടി.
കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ തന്നെ കല്ലുക്കാരന്മാരുടെ അന്തകൻ. എടാ, നീ രേഖയെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്ക്. തൽക്കാലം എല്ലാം തണക്കട്ടെ. നീ എന്തിനാ എസ്റ്റേറ്റ് ഓടിപ്പോന്നേ? ആ മുസ്തഫ ഒന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ വിവരം പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടന്റെ തല അറിയാൻ മേലായിരുന്നോ സണ്ണിച്ചായ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാ. ഓ, അവനും വന്നല്ലോ. ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്നും നിൽക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ? അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ഇതിനെന്താ വില? 8 രൂപ. ആ, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവില് 100 കൂട്ടം പണികളാ. അയ്യോ, പണിയെടുത്ത് നിന്റെ പൂമേനിയാകെ തേഞ്ഞു പോയില്ലോ കത്രി. അയ്യോ, നീ അന്തപ്പച്ചേട്ടൻ നിൽക്കുന്നോ? എന്താ? തക്കാളി. ഓ, ഇയാളെ കളിയായിരുന്നോ? അയ്യോ, അവൻ എന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലേ? അയ്യോ, എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിന് ഇഷ്ടമേ അല്ലേ ചേട്ടാ. കത്രി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ, മരിച്ച പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാനത് ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങിത്തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ, എന്നാ അലക്കായിരുന്നു അത്? ശരിക്കും ഒന്നും അലക്കും കൂടി ഇല്ല, പിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ, 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എന്ന് എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ? കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി. കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ ഇന്ന് രാത്രി ഞാനങ്ങ് വരും. നീ കതവ് തുറന്ന് കാത്തിരിക്കണം. കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. യു ഗോ. മോഹൻ ചേട്ടാ, ഇതൊന്നും എന്താ വില? കത്രി എവിടെ? കത്രി എവിടെ ഉണ്ട്? ഓ, ഇത് വഴുതനെയാണല്ലോ. ചേട്ടാ, കത്രി എവിടെ? നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട്. കത്രിയല്ലേ? പറയടാ, കത്രിയല്ലേന്ന് പറയടാ. ആരോട് പറയരുത്. പറഞ്ഞാ എന്റെ ജീവിതം പറയില്ലല്ലോ. അവൾ ചത്തുപോയ എന്റെ ഭാര്യയാണടാ. ഞാൻ അറിയാതെ ചോദിച്ചു. എവിടെ? മത്തായി, മത്തായി. എങ്ങോട്ട് പോയി? എടാ, എടാ, ഈ പട്ടി. ഓലപ്പിശാചി നടന്നുവല്ല. പട്ടിയൊക്കെ കിടന്നു കത്രി, ഇത് ഞാനാ. ഞാൻ തുറക്ക്. കാത്തിരുന്ന് മുഷിഞ്ഞു ഇല്ലേ? സോറി കത്രി. അയ്യോ, കാലുപിടി, കാലുപിടി. അയ്യേ, പാൻറ്റൂരൊന്നും ചട്ടിയിട്ടിട്ടില്ല. കൊല്ലും ഞാൻ. എടാ പിശാചേ, അയ്യോ, എന്താ ഇവിടെ? എന്താ ഇത്? പാന്റ്. അത് മുതലാളി ഞാൻ. മിണ്ടി പോരുത്. അയ്യോ മുതലാളി, അത് ഓടാ. പാതിരാത്രിക്ക് മാനം മര്യാദ കിടന്ന് ഉറങ്ങാൻ വരല്ലേ? നാണവും മാനവും ഇല്ലാത്തങ്ങള്. ഓഹോ, ഞാൻ പറഞ്ഞില്ലേടി ഇവള് സമനില തെറ്റിക്കുമെന്ന്. തെറ്റിച്ചു. എന്റെ ഈശോയെ. അമ്പപ്പന്റെ. ഇന്നലെ രാത്രി ഇവിടെ ഓലപ്പിശാശി വന്നതും പാൻറ്റൂരി പിശാശ് ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കുറെ വഴക്ക് പറഞ്ഞു. നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് കത്രി, വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നു? ഞാനിവിടെ എന്തിനും തയ്യാറായി നിപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ചി വിളിക്കും. വിളിക്കടി. എന്നിട്ട് വേണം സത്യമല്ലം എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? അത്
നീ കൊറേ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അയ്യോ പോയോ? ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന. കാശിന് വകയില്ലാത്ത തെണ്ടിയുമായി ഊരി ചുറ്റാൻ നടക്കുന്നു. മേലിൽ അവന്റെ കൂടെ എങ്ങാനും കണ്ടുപോയാൽ നിങ്ങൾ എന്തേ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഇങ്ങനെ തല്ലാനും കൊല്ലാനും തുടങ്ങിയാലോ? നാട്ടുകാരൊന്നും അല്ലടി, രണ്ടിനെയും കൂടെ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടത് നമ്മുടെ ഇട്ടിച്ചരാ. അവൻ കള്ളം പറയൂ. നിങ്ങൾ ബഹളം വെക്കാതെ ഓഫീസിലേക്ക് ചെല്ല്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വാ ചെല്ല്. അവരെന്നെ കൊല്ലും. ആര്? ആ കല്ലുക്കാരൻ സ്റ്റാലിൻ കൂട്ടരും. അനിതയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി. അവളെ ഒരുപാട് ഉപദ്രവിച്ചു എന്നും പറയുന്നത് കേട്ടു. എടാ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, പ്രേമവും മണ്ണാങ്കട്ടെ. എന്താണല്ലോ അവളും ആ ചോളനല്ലേ. ഇപ്പൊ അവള് നിന്നെ തള്ളി പറഞ്ഞു കാണും അല്ലേ? ഇല്ല, അനിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ, വല്ല 4 ലക്ഷം പഠിച്ച് വല്ലതും ആയിട്ട് പാവം പിടിച്ച് അപ്പനെ അമ്മയും നോക്കാണ്ട് നീയെ പുളിങ്ങോമ്പ് നോക്കിപ്പോയല്ലേ. ഇതുകൊണ്ട് നിന്നെ തന്തയ്ക്ക് നൽകി നിന്നെ നഷ്ടപ്പെട്ടാലോ? അവളുടെ പണം കണ്ട് ഞാൻ പുറകെ കൂടിയെന്നാ സണ്ണിച്ചാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അവൾ പിന്മാറിയില്ല. ഓ, അപ്പോ നീ വിളിച്ച അവൾ ഇറങ്ങി വരുവോ? അത് പേടിച്ചു പോയല്ലേ? വരില്ലടാ, വരില്ല. കല്ലൂക്കാരൻ കുട്ടപ്പായ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റയുടെ കൂടെ അവള് പോകൂ. പ്ലീസ് സണ്ണിച്ചായ, അങ്ങനെ പറയരുത്. എങ്കിൽ നീ ധൈര്യമായിട്ട് വിളിച്ചോണ്ട് വാടാ, ഞാൻ ഉണ്ടാ കൂടെ. രണ്ടാൾക്കും സന്തോഷായല്ലോ. വാ. നീയൊക്കെ കൂടി ചതിക്ക് കൂട്ടുന്നല്ലേ? വെറുതെ ഒറ്റ വെച്ച ആളെ കൂട്ടണ്ട, നാണക്കാരല്ലേ. ആ പാവം പിള്ളേര് പോയി ജീവിച്ചോട്ടെ. നീ കല്ലൂക്കാരൻ കുട്ടപ്പായുടെ മോളാ ഇവള്. ഇവളെ ഈ തെണ്ടിയോട് വിടാൻ ഞാൻ അനുവദിക്കില്ല. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണും നിയമപ്രകാരം കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ. നിന്റെ മറ്റടത്തെ കല്യാണം വാടി ഇവിടെ. തൊട്ടുപോലേ എന്താ ഇവിടെ ഒരു ബഹളം? ഓഹോ, ചേട്ടന് മനിയന് നാടകം കളിക്കായിരുന്നല്ലേ? ശത്രുത തീർക്കാൻ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാകുന്ന മാറിക്കണോ. എന്റെ മകളെ ബലമായി പിടിച്ചോണ്ടൊന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ പറയുന്നു. എടി വച്ചേ, നിന്നെ ബലമായി പിടിച്ചോണ്ട് കെട്ടിച്ചാണെന്ന് പറഞ്ഞു കൊടുക്കണേ. പേടിക്കാതെ പറഞ്ഞു പറയേ. എന്നെ ആരും ബലമായി പിടിച്ചോണ്ട് വന്നതല്ല. കേട്ടല്ലോ, ഇനി എന്നാ വേണ്ടേ? മാറിക്കണോ, രണ്ടുപേരും പോയി ജീവിക്കാറ്. ധൈര്യമായിട്ട് പോ. കല്ലുക്കാരൻ കുടുംബത്തിൽ നിന്ന് പറഞ്ഞ കാട് കയറിയാലും കുട്ടപ്പായി തല കുനിക്കില്ലടാ. വാടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളിക്കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും? ആര് കാണും? ആങ്ങൾ ഇപ്പൊ ഇങ്ങ് എത്തും. അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ട ഏട്ടാ.
എന്താ എന്താ പിന്നീട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങൾ ഇപ്പൊ എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റിയാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത് അതല്ല എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. വാ. ശ്ശോ. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. മൂട്ട മൂട്ട മൂട്ട. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളിയാ. എരപ്പാളി നിന്റെ തന്ത. എന്തത്? ദൈവവചനം. സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികൾ ലിസ്റ്റിൽ കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മ. ദൈവവചനം ഇരിക്കുമല്ലേ. എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6-ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6. 3 പോലും ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? ഇങ്ങോട്ട് വാടാ ഞരമ്പേ. നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ മുകളിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞു. അതേടാ പള്ളി പറഞ്ഞെന്നെ. ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാണോടാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന. നീ നോക്കിക്കോ, അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോഴാ അത് ഈ മത്തായിയുടേതായിരിക്കും. ഈ കാണാമട പരട്ടെ. എങ്കിൽ കാണാമടാ പട്ടി.